നമസ്കാരം. ഉറുദു സാഹിത്യത്തിലെ അതികായനായി അറിയപ്പെടുന്ന ഗുൽസാർ എന്ന സംപൂരൺ സിംഗ് കൽറ ഗുൽസാർ, കവിയും സംസ്കൃത പണ്ഡിതനുമായ ജഗദ്ഗുരു രാംഭദ്രാചാര്യ എന്നിവർക്ക് 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം. സാഹിത്യവും സംഗീതവും ആത്മീയതയും സംഗമിച്ച ഒരു ജ്ഞാനപീഠമാണ് ഇത്തവണത്തേത്. കവി, ഗാനരചയിതാവ്, സംവിധായകൻ, തിരക്കഥാകൃത്ത് തുടങ്ങിയ മേഖലകളിൽ പതിറ്റാണ്ടുകളുടെ പരിചയവും വൈദഗ്ധ്യവുമുള്ള ഗുൽസാർ ഇന്ത്യൻ കലാലോകത്തിന് നൽകിയ സംഭാവനകൾ എണ്ണമറ്റതാണ്. ഉറുദുവും ഹിന്ദിയുമാണ് പ്രധാന ഭാഷാ മാധ്യമമെങ്കിലും പഞ്ചാബി, മാർവാറി, ബ്രജ് ഭാഷ, ഹരിയാൻവി തുടങ്ങിയ ഹിന്ദി വകഭേദ ഭാഷകളിലും ഗുൽസാർ തൻ്റെ പ്രതിഭാമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. 5 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, 20ഓളം ഫിലിംഫെയർ അവാർഡുകൾ, സാഹിത്യ അക്കാദമി അവാർഡ്, ഇന്ദിരാഗാന്ധി പുരസ്കാരം തുടങ്ങിയവയ്ക്ക് പുറമെ രാജ്യം പത്മഭൂഷൺ നൽകിയും അദ്ദേഹത്തെ ആദരിച്ചു. ഇന്ത്യൻ സിനിമ ഓസ്കാർ തൊട്ട സ്ലംഡോഗ് മില്യനെയർ എന്ന സിനിമയിലൂടെ ഓസ്കാർ പുരസ്കാരവും ഗ്രാമി അവാർഡും ഗുൽസാർ നേടി. ഇന്ത്യൻ സിനിമ അതിൻ്റെ ബാലദശ പിന്നിടുന്ന കാലത്ത് ഒപ്പം കൈപിടിച്ച് നടന്നു കയറിയ ഗുൽസാറിനെ തേടി ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും എത്തി. ഒരുപക്ഷെ ജ്ഞാനപീഠം വളരെ വൈകിയാണ് ഗുൽസാറിനെ പരിഗണിച്ചതെന്ന് വേണം പറയാൻ. അവിഭക്ത ഇന്ത്യയിലെ ദിന എന്ന പ്രദേശത്ത് ജനിച്ചു വളർന്ന അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിന് പ്രചോദനമാകുന്നത് സംവിധായകരായ ബിമൽ റോയും ഋഷികേശ് മുഖർജിയുമാണ്. സംഗീത സംവിധായകൻ സച്ചിൻ ദേവ് ബർമന് വേണ്ടിയാണ് ഗുൽസാർ ആദ്യമായി ചലച്ചിത്ര ഗാനരചന നിർവഹിക്കുന്നത്. ചിത്രം ബന്ധിനി. പിന്നീട് അദ്ദേഹത്തിന് ഹിന്ദി ഗാനരചനാ ലോകത്ത് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. രാഹുൽ ദേവ് ബർമൻ, ഗുൽസാർ, കിഷോർ കുമാർ ത്രയം സൃഷ്ടിച്ച മാസ്മരിക ഗാനങ്ങൾ ജനപ്രീതി ആകർഷിച്ചു. കവിതയുടെ കാൽപ്പനിക സൗന്ദര്യത്തിൽ നിന്നും ജനപ്രിയതയുടെ ഈരടികളിലേക്ക് ഗുൽസാറിൻ്റെ വരികൾ അക്ഷീണം ഒഴുകി. ആന്ധി എന്ന സിനിമയിലെ തേരെ ബിന സിന്ദഗി സെ എന്ന് തുടങ്ങുന്ന ഗാനം കിഷോർ കുമാർ, ലതാ മങ്കേഷ്കർ ജോഡികൾക്ക് വേണ്ടി ഗുൽസാർ രചിച്ചു. ഇന്ത്യ ബഹുസ്വരതയിലും സ്വന്തം രാഷ്ട്രീയ സ്വത്വത്തെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ പാളയത്തിലായിരുന്നു ഗുൽസാർ. ഇടതുപക്ഷ ആശയങ്ങളെയും തൊഴിലാളി പ്രസ്ഥാനത്തെയും പ്രമേയമാക്കി പുരോഗമന ആശയങ്ങൾ സാഹിത്യത്തിൽ നിന്ന് സിനിമയിലേക്ക് കുടിയേറിയ കാലത്ത് ഗുൽസാർ തൻ്റെ ഐക്യദാർഢ്യം അറിയിച്ചത് മേരെ അപ്നെ എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയെയും അടിയന്തരാവസ്ഥയെയും വിമർശിച്ച ആന്ധി എന്ന സിനിമയിലെ പാട്ടുകൾ തന്നെയായിരുന്നു പ്രധാന പ്രചരണായുധം. സിനിമയും പാട്ടുകളും കുറച്ചു കാലത്തേക്ക് ഭരണകൂടത്തിൻ്റെ തടവറയിൽ അടയ്ക്കപ്പെടുന്നതും അങ്ങനെയാണ്. ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള പുരസ്കാരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ജ്ഞാനപീഠം ഇപ്പോൾ ഗുൽസാറിനെ തേടി വന്നിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ആൾ. സംസ്കൃത പണ്ഡിതൻ, കവി, വിദ്യാഭ്യാസ പ്രവർത്തകൻ, തത്വചിന്തകൻ, സംഗീത സംവിധായകൻ, നടൻ, നാടകകൃത്ത്, ഗായകൻ, ബഹുഭാഷാ വിദഗ്ധൻ എന്നീ നിലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭയാണ് ജഗദ്ഗുരു രാംഭദ്രാചാര്യ. ജഗദ്ഗുരു രാംഭദ്രാചാര്യ ഹാൻഡിക്കേപ്ഡ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനാണ്. ഉത്തർപ്രദേശിലെ ശാന്തികുർദിൽ ജനിച്ചു വളർന്ന രാംഭദ്രാചാര്യയുടെ യഥാർത്ഥ പേര് ഗിരിധർ മിശ്ര എന്നാണ്. ജനിച്ച് 2ാം മാസം കാഴ്ചശക്തി നഷ്ടപ്പെട്ട രാംഭദ്രാചാര്യ തൻ്റെ പഠനത്തിനോ സംഗീത സംവിധാനത്തിനോ ബ്രെയിൻ ലിപി ഉപയോഗിക്കാതെ ഭാഷ സ്വായത്തമാക്കി. 22 ഭാഷകളിൽ പ്രാവീണ്യമുള്ള രാംഭദ്രാചാര്യ സംസ്കൃതം, ഹിന്ദി, അവധി, മൈഥിലി എന്നീ ഭാഷകളിലാണ് പുസ്തകങ്ങൾ രചിച്ചത്. 100-ൽ പരം പുസ്തകങ്ങളും 50-ലധികം പ്രബന്ധങ്ങളും എഴുതി. തുളസീദാസിനെ സംബന്ധിച്ച് ആഴത്തിൽ പഠനം നടത്തുകയും ആധികാരിക ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തു. 2014-ൽ രാജ്യം പത്മവിഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. രണ്ടുപേർക്കും അനുമോദനങ്ങൾ.